എൻ്റെ പേര് സുധാകുമാരി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 17/6/2022 കടം കൊണ്ട് നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരൻ്റെയും സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. വലിയ വലിയ കാര്യം, എൻ്റെ മക്കളുടെ രണ്ടുപേരുടെ ജോലിക്കാര്യം എഴുതി. അതിൽ ഇപ്പോൾ എൻ്റെ ഇളയ മകന് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. എൻ്റെ മോനും ഉടമ്പടി എടുത്തു. ഇവിടെ എൻ്റെ മോൻ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മോന് ആ ജോലി കിട്ടി. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരുപാട് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ മാതാവും തിരുക്കുമാരനും നമ്മളെ കൂടെ ഉണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും മാതാവ് കൂടെ, ആരും ഇല്ലാത്ത നമുക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയും എല്ലാത്തിലും രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഇത്രയും 3 വർഷക്കാലം ആരുമില്ലാത്ത എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോയത് എന്ന് വേണം പറയാൻ. ഓരോ ദിവസങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് ഇവിടെ വരെ എത്തി. ഇപ്പോൾ എൻ്റെ മോന് അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ബാക്കി ഇനി എൻ്റെ മകൻ പറയും. എൻ്റെ പേര് ആകാശ് പി കുമാർ. ഞാൻ ആദ്യം തന്നെ ഈ അൽത്താരെ നിൽക്കാൻ സഹായിച്ചതിന് തിരുകുമാരനോടും മാതാവിനോടും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 6 മാസം 8 തീയതിയാണ്. ഉടമ്പടി എടുത്ത അന്നോട്ട് ഇന്ന് വരെയും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഏത് സാഹചര്യം വന്നാലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ മുമ്പോട്ട് പോകാറുള്ളൂ. അമ്മയും പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കൊച്ചും ആ കൊച്ചിൻ്റെ അമ്മയും എല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. വന്ന് കണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പം എന്തൊരാവശ്യം വന്നാലും എന്തൊരു വിഷമം വന്നാലും ആദ്യമേ മാതാവ് എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഞാൻ പോലും അറിയാതെ എൻ്റെ വായിലങ്ങനെ സംസാരിച്ചു. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് തുടങ്ങിയത് ഈ പള്ളിയിലാണ്. അന്നോട്ട് ഇന്നുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പുറത്തോട്ട് പോകത്തില്ല, നാട്ടിൽ തന്നെ നിൽക്കും. എനിക്ക് ഈ നാട്ടിൽ ഇവിടുത്തെ പോലീസ് ജോലിയായിരുന്നു എനിക്ക് ആഗ്രഹം. 3-4 കൊല്ലം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് PSC എക്സാം എഴുതി വരുന്നുണ്ട്. ഓരോ വട്ടവും ഓരോ കാരണങ്ങളായിട്ട് അത് മുമ്പോട്ട് വന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നിട്ട് അത് കൈ കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം കുറച്ചൊക്കെ ഫിനാൻഷ്യൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു 3-4 കൊല്ലം പുറത്ത് പോയി നിന്നിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. 1 മാസം ആവുന്നതിന് മുമ്പേ തന്നെ ഒരു പത്രത്തിലൊരു ആഡ് കണ്ടു. ആ ആഡിന് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് ഓക്കെ ആയി. തിരിച്ചു വന്ന് 2ാമത്തെ ദിവസം എനിക്ക് കോൾ വന്നത് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട് എന്ന് അവരുടെ ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് ആദ്യമേ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, അത് എങ്ങനെയെങ്കിലും ആവും. വീട്ടിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും തന്ന ധൈര്യത്തിൻ്റെ പേരിൽ, മാതാവിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഞാനത് എങ്ങനെയെങ്കിലും ആവും എന്ന് വിചാരിച്ച് ഞാനത് ഓക്കെ പറഞ്ഞു. എല്ലാം ആയി. പൈസ കൊടുക്കേണ്ട സമയം വിസ വന്നതിന് ശേഷം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വിസ വന്ന് അതുവരെയും എനിക്ക് 1 രൂപ പോലും എൻ്റെ കയ്യിലായിട്ടില്ലായിരുന്നു. ഞാൻ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച ആൾക്കാരുടെ ചോദിച്ച ആരുടെ കയ്യിലും അന്നേരം വരെ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതും. ആരുടെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടിയില്ല. പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്നെ സഹായിച്ചാണ്, എന്നെ വിശ്വസിച്ച് സഹായിച്ചാണ്. അത് മാതാവിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന രീതിയിൽ എനിക്ക് ജോലി കിട്ടിയതും ദുബായ് പോലീസിൻ്റെ അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടാണ്. ഞാൻ നാട്ടിലെ പോലീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്. പക്ഷേ എനിക്ക് കിട്ടിയത് ദുബായ് പോലീസിന് അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ജോലിയാണ്. ഈ ജോലി കിട്ടിയതിൽ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നതിൻ്റെ പേരിൽ നമ്മൾ പത്രം എല്ലാ ഞായറാഴ്ചയും വിതരണം ചെയ്യുന്നുണ്ട്. പള്ളി വന്നിട്ട് പോകുമ്പോൾ നമ്മൾ പത്രം നമ്മളെ കൊണ്ട് കഴിയാവുന്നത്രയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും പറ്റാവുന്നത്ര എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ നമ്മൾ കൊല്ലത്ത് തന്നെയുള്ള പള്ളിയിലായാലും അല്ലാതെ ഉള്ള ആൾക്കാരുള്ള സ്ഥലങ്ങളിലായാലും പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മിക്ക ഞായറാഴ്ച ആഹാരങ്ങൾ കൊടുത്ത് ഓരോ ഗവൺമെൻറ് ആശുപത്രികളുടെ ഫ്രണ്ടിലും അല്ലാതെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റിയതിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആട്ടോ എടുക്കാൻ പറ്റി. അതെല്ലാം മാതാവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. വരുമാന മാർഗമായിട്ട് ഞങ്ങൾക്കൊരു ഉപജീവന മാർഗത്തിനായിട്ടൊരു വണ്ടി വേണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. സ്വന്തമായി പുതിയൊരു വാഹനം തന്നെ എൻ്റെ മുറ്റത്ത് വന്ന് അതുപോലെ ഓരോരോ കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് എൻ്റെ മോൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ളതിന് എനിക്കൊരു സാക്ഷ്യം തരണമെന്ന്. ഇന്ന് എൻ്റെ മോൻ്റെ കയ്യിൽ മാതാവിനെ തന്നെ കിട്ടി.
അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഞങ്ങൾക്ക് ഇനിയും പൈസയുടെ ആവശ്യമുണ്ട്. അത് എൻ്റെ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് നടത്തിത്തന്ന് എൻ്റെ മോൻ അടുത്ത ആഴ്ച പോവാനും രക്ഷപ്പെടാനും എല്ലാമുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ഞാൻ എൻ്റെ മാതാവിനെയാണ് വിളിക്കുന്നത്. എൻ്റെ മാതാവും തിരുക്കുമാരനും അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ്. ഏത് കാര്യത്തിന് പോയാലും കാശുരൂപവുമായാണ് ഞാൻ പോകുന്നത്. മോൻ്റെ അടുത്തും പറയും, മക്കൾ ഇതിനിറങ്ങി തിരിച്ചപ്പോഴേ കാശുരൂപവുമായി പോകും. അന്നേരം അവൻ എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ എൻ്റെ കൂടെ ആരുമില്ല, ഓരോ കാര്യത്തിനും ഞാൻ ഓടി നടക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, മക്കൾ ഒറ്റയ്ക്കല്ല, മോൻ്റെ കൂടെ വരേണ്ട ആളുണ്ട്, എല്ലാ കാര്യവും ആ മാതാവ് നടത്തിത്തരും. മനുഷ്യരായി ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും അമ്മ മാതാവും തിരുക്കുമാരനും നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും വരുത്താതെ നിനക്ക് ഇത് സക്സസ് ആക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവൻ പറയുന്നത്, പൈസയ്ക്ക് പൈസയും ഇല്ല, ആളുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാ കാര്യത്തിനും ഓടണം, അതിൻ്റെ ഇടയിൽ ജോലിക്കും പോകണം, എല്ലാം പറഞ്ഞു. എന്ത് പ്രതിസന്ധി വന്നാലും മാതാവ് വിചാരിച്ചാൽ മക്കൾ നീ വിചാരിച്ചത് ഇവിടുത്തെ പോലീസാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ അവിടെ എത്തിച്ചേരാനാണ് മാതാവ് നിനക്ക് അനുഗ്രഹം തന്നത്. ഈ അനുഗ്രഹത്തിൽ മക്കൾ മുന്നോട്ട് പോകണം, ഒരിക്കലും തളരരുത്. ഒത്തിരി തവണ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, പോകുന്നിടത്തുനിന്നൊന്നും പൈസ കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ പോകും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ഇപ്പുറത്ത് നമുക്ക് കടവുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു, കാശുരൂപം നിൻ്റെ കയ്യിലുണ്ട്, നീ ആ ഒരൊറ്റ ധൈര്യത്തിൽ മുൻപോട്ട് പോയിക്കോ, എല്ലാ കാര്യങ്ങളും നിനക്ക് ആ മാതാവ് നടത്തിത്തരും. നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈവിടത്തില്ല മാതാവ്. ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാതാവ് കൈവിടത്തില്ല എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. ഇപ്പോഴും ഇവിടെ വെച്ചും ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ മോൻ്റെ കയ്യിൽ ഇന്ന് മാതാവിൻ്റെ രൂപമാണ് മോൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം ഇന്നിപ്പോൾ അവനുമായിട്ടുണ്ട്. മാതാവ് എൻ്റെ കൂടുണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് എല്ലാം ശരിയാവും. അവൻ്റെ കൂടെയുള്ള ആളിനിപ്പം വ്യാഴാഴ്ച പോകാനുള്ള ടിക്കറ്റ് വരെ ഓക്കെ ആയി. നമുക്ക് ടിക്കറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇനി പൈസയുടെ കുറവുണ്ട്, അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം. അത് മാതാവ് തന്നെ നടത്തി തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് മാതാവിന്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും വഴിയലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും അനാഥാലയത്തിലും ഒക്കെ പോയി നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഒരുപാടൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ലെങ്കിലും വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ഉള്ള കഴിവിനനുസരിച്ചുള്ള ആഹാരം ഉണ്ടാക്കി കൊണ്ടു ചെന്ന് പൊതിയായി കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് ഒരു നേരത്തെ ആഹാരത്തിനുള്ളതെങ്കിലും കൊടുക്കാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാനുള്ള ഇത് മാതാവ് തരുന്നതിനനുസരിച്ച് നമ്മൾ ഇനി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എന്നെ ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ഇത്രയും പറയാനുള്ള ഇത് തന്നതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും. പിന്നെ ജീവിതകാലം മുഴുവനും മരണം വരെയും ഈ ഉടമ്പടി മുൻപോട്ട് പോകണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു തവണ കൂടി ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി, അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. ഇവിടെ സുധാകുമാരി എന്ന അമ്മയും ആകാശ് എന്ന മകനും അവർ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആനന്ദത്തോടുകൂടി തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഈ സമയത്ത് 2:30 എന്ന ഈ സമയത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും എല്ലാ വേദനകളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകുവാനും നമ്മുടെ അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്തുവാനും ഈ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ കാത്തുരക്ഷിക്കാനും വേണ്ടി ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ ഡിസംബർ 7-ാം തീയതി, അടുത്ത മാസം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഈ അൾത്താരയിൽ തന്നെ അമ്മ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജോസഫ് അച്ഛനോട് പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക. വിശ്വാസ ജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, കുടുംബജീവിതത്തിലുള്ള ദുരന്തങ്ങൾ, ഡിവോഴ്സ്, കുഞ്ഞുണ്ടാകാത്ത, വീട്ടുപ്രശ്നങ്ങൾ, ജോലിയില്ലാത്തത്, വീടില്ലാത്തത്, വഴിയില്ലാത്തത്, കോടതി കേസുകൾ, ജയിലിലടയ്ക്കപ്പെട്ട കേസുകൾ, ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹം പോലെ ഈശോയോട് പറയുകയാണ്, മകനെ അവർക്ക് അതില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് ജോലിയില്ല,
ഇവിടെ സുധാകുമാരിയുടെയും ആകാശ് എന്ന മകൻ്റെയും പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നൽകി. അവർക്ക് വലിയ ഒരു സമ്മാനമാണ് കൊടുത്തിരിക്കുന്നത്. മകൻ പറയുകയായിരുന്നു, എനിക്കൊരു പൂ ചോദിച്ചപ്പോൾ എനിക്കൊരു വസന്തകാലം തന്നെ തന്നു. ഞാൻ PSC ടെസ്റ്റ് എഴുതി എനിക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടാനിരിക്കുമായിരുന്നു. പക്ഷേ എന്നെ ദുബായിലേക്ക് അമ്മ കൊണ്ടുപോവുകയാണ്. അവിടെ എനിക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അമ്മ ജോലി തന്നിരിക്കുകയാണെന്ന്. നാം അങ്ങനെയാണ്. ഉടമ്പടിയിൽ നാം നിബന്ധനകൾ കൃത്യമായി പാലിച്ചാൽ, നാം ഈശോയോട് വിശ്വസ്തത പാലിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുണ്ടെന്നാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ ഉടമ്പടി ജീവിതത്തിലും നമുക്ക് വളരെ വിശ്വസ്തരായിരിക്കാം. വിശ്വസിക്കുമ്പോൾ, വിശ്വസ്തത കാണിക്കുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി നമുക്ക് തന്നെയും കാണാം. നാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പല മക്കളും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതം തന്നെ എനിക്ക് പറയാനാണ് ആഗ്രഹം. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ സന്തോഷത്തോടെ കൊയ്തുകൊണ്ട് പോകുമ്പോൾ, അവർ ഇവിടുത്തെ കൃപാസന പത്രങ്ങളുമായി പോകുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ തന്നെ ജീവിതമാണ് ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനത്തിന് സുവിശേഷ വേലയായി ഞാൻ മാതൃകയായി നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഈശോ നിങ്ങളെ കൃത്യമായ നിത്യത വരെ. അമ്മ സുധാകുമാരി പറയുന്നു, ഞാൻ മരണം വരെയും ഉടമ്പടിയിലായിരിക്കും. ഒരിക്കലും ഉടമ്പടി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. ഞാനതൊരിക്കലും ബ്രേക്ക് ചെയ്യുക. അത്രമാത്രം ആഴമായ സ്നേഹത്തിലൂടെയാണ് ഇപ്പോൾ ഈ കുടുംബം മുന്നേറുന്നത്. സുധാകുമാരിയുടെയും ആകാശിൻ്റെയും നല്ല സാക്ഷ്യത്തിനും അവരുടെ എല്ലാ കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.